ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി അനുവദിച്ച എസ്.സി. ഫണ്ടുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സമഗ്രമായ തുടരന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും പരാതി. പൊതുപ്രവർത്തകൻ റിയാസാണ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമ പദ്ധതികൾക്കായി അനുവദിച്ച എസ്.സി. ഫണ്ടുകളുടെ വിനിയോഗത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന പരാതിയാണ് വീണ്ടും ചർച്ചയാകുന്നത്. നേരത്തെ പൊതുപ്രവർത്തകൻ റിയാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചായത്തിലെ സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള അന്വേഷണ നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ലെന്നാണ് റിയാസിന്റെ ആരോപണം. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്നാണ് അന്വേഷണം മന്ദഗതിയിലായിരിക്കുന്നതെന്നും കേസിന്റെ എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ തുടരന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ട് ഇത് മന്ദഗതിയിലായിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നമ്മളിപ്പോൾ പരാതി നൽകുകയാണ് ചെയ്യുന്നത്. ഈ പരാതിയുടെ തുടരന്വേഷണം വേണം തന്നെയാണ് നമ്മുടെ ആവശ്യം. ഇത് ഈ എസ്.സി. വിഭാഗത്തിൽപ്പെട്ട ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിന്റെ തിരിച്ച് 18% പിഴയോടുകൂടി തിരിച്ച് അടച്ച് അത് യഥാർത്ഥ എസ്.സികൾക്ക് ഇത് പോയി കിട്ടണമെന്നതാണ് നമ്മുടെ ആവശ്യം. ദുരുപയോഗം ചെയ്ത എസ്.സി. ഫണ്ടുകൾ പലിശ സഹിതം തിരിച്ചുപിടിച്ച് യഥാർത്ഥ അർഹരായ പട്ടികജാതി വിഭാഗക്കാർക്ക് നൽകണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. ഫണ്ട് തട്ടിപ്പിൽ പങ്കുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ തുടരന്വേഷണം നടത്തി ഉത്തരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പരാതിക്കാരൻ മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയ സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ നിർണായകമാകും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.